ഹലോ മക്കളെ, എല്ലാവർക്കും റോസ്നാസ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ലാർമാർക്കിസവും ഡാർവിനിസവും വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിനുശേഷം വരുന്ന ഇവല്യൂഷണറി ട്രീ അല്ലെങ്കിൽ പരിണാമ വൃക്ഷമാണ് ഇന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. ഈ ആശയം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? പരിണാമ വൃക്ഷം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഓരോ ജീവി വിഭാഗവും എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് ഒരു ചിത്രീകരണത്തിലൂടെ കാണിച്ചിരിക്കുകയാണ്. ഓരോ ജീവി വിഭാഗം ഫസ്റ്റ് നമുക്കറിയാം ജീവനുണ്ടായത് എവിടെയാണ്? ഓഷ്യനിലാണെന്ന് അറിയാം അല്ലേ? കുറേ ഇനോർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ മഴ പെയ്തതിൻ്റെ ഫലമായിട്ട് കടലിൽ അടിഞ്ഞുകൂടുകയും അവിടെ പ്രിമിറ്റീവായിട്ടുള്ളൊരു സെല്ല് അല്ലെങ്കിൽ ഓർഗാനിസം രൂപപ്പെടുകയും ചെയ്തു എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ആ ഫസ്റ്റ് ഓർഗാനിസത്തിൽ നിന്ന് ഇന്ന് കാണുന്ന ബയോഡൈവേഴ്സിറ്റി എങ്ങനെയാണ് ഉണ്ടായത് അതൊരു ചിത്രീകരണത്തിലൂടെ കാണിക്കുന്നതാണ് പരിണാമവൃക്ഷം അല്ലെങ്കിൽ ഇവല്യൂഷണറി ട്രീ എന്ന് പറയുന്നത്. നമുക്കിതിൽ മെയിനായിട്ട് അറിയേണ്ടത് രണ്ട് ടേംസാണ്, LUCAയും MRCAയും. LUCA എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ. എന്താണ് LUCAയുടെ ഫുൾ ഫോം? ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ. ഈ MRCA എന്താണ്? മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസിസ്റ്റർ. മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസിസ്റ്ററെയാണ് MRCA എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളതാണ് LUCA. അത് എല്ലാ ഓർഗാനിസംസിനും ഒന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. MRCA ആണെങ്കിൽ ആ പിങ്ക് ഡോട്ട്സ് ഇട്ട് കാണിച്ചിട്ടുള്ളതെല്ലാം എന്താണ്? MRCA ആണ്. ഓരോ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിനും MRCA ഒരു പക്ഷേ മാറി വന്നേക്കാം, പക്ഷേ ഓൺലി വൺ LUCA മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ ഒന്ന് മാത്രമേ ഉള്ളൂ. എന്താണ്? ആ പ്രിമിറ്റീവ് സെല്ലാണ്. നമ്മുടെ ലൈഫ് ഒറിജിനേറ്റ് ചെയ്ത പ്രിമിറ്റീവ് സെല്ലിനെയാണ് നമ്മൾ LUCA എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, ഈ ആർക്കിയ ആൻഡ് യൂക്കാരിയ കണ്ടോ? ആർക്കിയയും യൂക്കാരിയയ്ക്കും ഒരു കോമൺ ആൻസിസ്റ്റർ ഉള്ളതായത് കണ്ടോ? ഒരു പിങ്ക് കളറ്, അതൊരു MRCA ആണ്. അപ്പോൾ ആർക്കിയയ്ക്കും യൂക്കാരിയയ്ക്കും ഒരു കോമൺ ആയിട്ടുള്ള MRCA ഉണ്ട്. ആർക്കില്ലാത്തത്? ബാക്ടീരിയയ്ക്ക് ഇല്ലാത്തത്. ആർക്കിയയ്ക്കും യൂക്കാരിയയ്ക്കും എന്തുണ്ട്? ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട്. ബാക്ടീരിയയ്ക്ക് ഇല്ലാത്തൊരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട്. ഇനി പ്രൊട്ടിസ്റ്റ, പ്ലാന്റ്സ്, ഫഞ്ചി ആൻഡ് ആനിമൽസ് ഒറിജിനേറ്റ് ഫ്രം എ കോമൺ ആൻസിസ്റ്റർ. പ്രൊട്ടിസ്റ്റയും പ്ലാന്റ്സും ഫഞ്ചിയും ആനിമൽസും ഒക്കെ എന്താണ്? ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നാണ് പോന്നിട്ടുള്ളത്. അതായത് അവർക്ക് പൊതുവായിട്ടൊരു MRCA ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ട LUCA അല്ലെങ്കിൽ ആ പ്രിമിറ്റീവ് സെല്ലിൽ നിന്ന് ഇന്ന് കാണുന്ന ബയോഡൈവേഴ്സിറ്റി. എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ? ബയോ റിച്ച്നെസ് അല്ലേ? ആ സം ടോട്ടൽ ഓഫ് ലിവിങ് ഓർഗാനിസംസ്. അതെങ്ങനെയാണ് ഉണ്ടായത് എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു പ്രോസസ്സ് വഴിയാണ്. ആ പ്രോസസ്സിൻ്റെ പേരാണ് സ്പീസിയേഷൻ. ടെക്സ്റ്റ് ബുക്കിലെ ലൈൻസ് ഒന്ന് നമുക്ക് വായിക്കാം. ബയോഡൈവേഴ്സിറ്റി ഓൺ എർത്ത് ഒറിജിനേറ്റഡ് ത്രൂ എ പ്രോസസ് കോൾഡ് സ്പീസിയേഷൻ ഇൻ വിച്ച് ന്യൂ സ്പീഷീസ് അറൈസ് ഫ്രം എ കോമൺ ആൻസിസ്റ്റർ. ഒരു പുതിയ സ്പീഷീസ് എന്നാണ് കോമൺ ആൻസിസ്റ്റർ എന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ഒറിജിനേറ്റ് ചെയ്തത് സ്പീസിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴിയാണ്. ഓക്കെ, ഇനി സ്പീസിയേഷൻ്റെ സ്റ്റെപ്സ് നമുക്കൊന്ന് നോക്കണം. ടെക്സ്റ്റ് ബുക്കിലെ ലൈൻസ് ഒന്ന് വായിക്കാം. ഓൾദോ മെമ്പേഴ്സ് ഓഫ് എ പോപ്പുലേഷൻ ക്യാൻ പ്രൊഡ്യൂസ് offsprings with differences through reproduction, they remain as a single species. എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു പോപ്പുലേഷനിലെ മെമ്പേഴ്സ്, ഇപ്പോൾ ഒരു ഡോഗിൻ്റെയോ ക്യാറ്റിൻ്റെയോ ഏതെങ്കിലും ഒരു അനിമൽസിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ എന്ത് പറയുന്നത്? പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അവരെന്ത് ചെയ്യുന്നു? റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നിട്ട് ഓസ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഓസ്പ്രിങ്സ് ജനറ്റിക് വാരിയേഷൻസ് ഉണ്ടാവുന്നില്ല. ഈ ഓസ്പ്രിങ്സ് എല്ലാം പാരൻസിനെ പോലെ തന്നെ ഇരിക്കില്ല, ചെറിയ ചെറിയ വാരിയേഷൻസ് ജനറ്റിക് റീകോമ്പിനേഷൻ നടക്കുമ്പോൾ ഓസ്പ്രിങ്സിൽ കാണും. അവർ വേറൊരു സ്പീഷീസായി ഉടനെ മാറോ? ഇല്ല, ആ പോപ്പുലേഷനിൽ തന്നെ റിമൈൻ ചെയ്യും, ആ പോപ്പുലേഷനിൽ തന്നെ നിലകൊള്ളും. ഇനി ഇഫ് ദ മെമ്പേഴ്സ് ഓഫ് എ പോപ്പുലേഷൻ ഗെറ്റ് ഐസൊലേറ്റഡ് ഫ്രം ഈച്ച് അതർ ബൈ ഇക്കോളജിക്കൽ ഓർ അതർ ഫാക്ടേഴ്സ്, ആ പോപ്പുലേഷനിലെ മെമ്പേഴ്സ് എന്തെങ്കിലും ഇക്കോളജിക്കൽ റീസൺ കൊണ്ടോ അല്ലെങ്കിൽ ഫാക്ടർ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ സെപ്പറേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഈ വാരിയേഷൻസ് എല്ലാം അക്യുമുലേറ്റ് ചെയ്യും. ഒരു ഓർഗാനിസത്തിൽ ഈ വാരിയേഷൻസ് എല്ലാം ഈ ടൈം കഴിയുന്തോറും അക്യുമുലേറ്റ് ചെയ്ത് വരും. ഇത് ഒരുപാട് വർഷങ്ങളെടുത്ത് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. വെൻ ദ മെമ്പേഴ്സ് ഓഫ് എ സ്പീഷീസ് ബിക്കം അണേബിൾ ടു റീപ്രൊഡ്യൂസ് ന്യൂ ഓസ്പ്രിങ്സ് മ്യൂച്വലി. അപ്പോൾ ഒരു പോപ്പുലേഷനിലെ മെമ്പേഴ്സിന് അവർക്ക് പരസ്പരം മീറ്റിംഗ് നടത്താനോ റീപ്രൊഡക്ഷൻ നടത്താനോ ഓസ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനോ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ മാത്രമാണ് അവർ പുതിയൊരു സ്പീഷീസായിട്ട് ഇവോൾവ് ചെയ്യുള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ? ഈ പ്രോസസ്സിനെയാണ് നമ്മൾ സ്പീസിയേഷൻ എന്ന് പറയുക. നിലവിലുള്ളൊരു സ്പീഷീസിൽ നിന്നും പുതിയ സ്പീഷീസ് ഉണ്ടാവുന്നതിനെയാണ് സ്പീസിയേഷൻ എന്ന് പറയുന്നത് കേട്ടോ. എപ്പോൾ മാത്രമാണ് അത് പുതിയ സ്പീഷീസ് ആയിട്ട് മാറുള്ളൂ. ചെറിയ ചെറിയ വാരിയേഷൻസ് എപ്പോഴും സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഉണ്ടാവും. അത് ഒരു പുതിയ സ്പീഷീസ് ആയിട്ട് ഉടനെ മാറില്ല. ഇതുപോലെ വാരിയേഷൻസ് അക്യുമുലേറ്റ് ചെയ്ത് അവർക്ക് ആ നിലനിൽക്കുന്ന പോപ്പുലേഷനിൽ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്ത് പുതിയ ഓസ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അവർ പുതിയൊരു സ്പീഷീസായിട്ട് ഫോം ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ LUCA, MRCA, സ്പീസിയേഷൻ, ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കലാണ് നമുക്ക് ആ ഒരു പേജിലുള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക്
അപ്പുറത്തെ പേജിലേക്ക് പോകാം. പേജ് നമ്പർ 47 കിടക്കാം. ഇവിടെ നമുക്ക് കുറച്ച് ഇൻഡിക്കേറ്റേഴ്സാണ് തന്നിട്ടുള്ളത്. കമ്പയർ LUCA ആൻഡ് MRCA. LUCയും MRCയും കമ്പയർ ചെയ്യണം. വിച്ച് ഈസ് ദ കാറ്റഗറി ഓഫ് ഓർഗാനിസംസ് ദാറ്റ് ഈസ് നിയറസ്റ്റ് ടു ഫഞ്ചൈ. വൈ? ഫഞ്ചൈനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഓർഗാനിസം ഏതാണ്, എന്തുകൊണ്ട്? വാട്ട് ആർ ദ സർക്കംസ്റ്റൻസസ് ദാറ്റ് ലീഡ്സ് ടു ദി ഫോർമേഷൻ ഓഫ് വാരിയേഷൻസ് ഇൻ ഓർഗാനിസംസ്. ഓർഗാനിസത്തിൽ വാരിയേഷൻ ഉണ്ടാവാൻ കാരണമായ സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? ഹൗ ഡു ദീസ് സർക്കംസ്റ്റൻസസ് ലീഡ്സ് ടു ദി ഫോർമേഷൻ ഓഫ് സ്പീഷീസ്. എങ്ങനെയാണ് ഈ സർക്കംസ്റ്റൻസസ് ഒരു സ്പീഷീസിൻ്റെ ഫോർമേഷന് കാരണമാകുന്നത്? ഇത്രയും ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് നോക്കണം. LUCA എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ പറയാം? LUCA എന്ന് വെച്ചാൽ ആ സിംഗിൾ സെൽഡ് ഓർഗാനിസമാണ്. അതിൽ നിന്നാണ് ആ ഫസ്റ്റത്തെ പ്രിമിറ്റീവായിട്ടുള്ള സിംഗിൾ സെൽഡ് ഓർഗാനിസമാണ്. അതിൽ നിന്നാണ് ഇന്ന് കാണുന്ന ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉണ്ടായിട്ടുള്ളതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എങ്ങനെയാണ് പറയുക? റെഫേഴ്സ് ടു എ സിംഗിൾ സെൽഡ് ഓർഗാനിസം ഫ്രം വിച്ച് ഓൾ ലൈഫ് ഓൺ എർത്ത് ഈസ് തോട്ട് ടു ഹാവ് ഡിസെൻഡൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഈ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. LUCയുടെ ഫുൾ ഫോം ആദ്യം എഴുതുക. ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസെസ്റ്റർ ആണ്. ആൻസെസ്റ്റർ ഓഫ് ഓൾ ലൈഫ്, എല്ലാ ലൈഫിൻ്റെയും കൂടി ആൻസെസ്റ്റർ ആണെന്ന് കൂടെ പറയാം. MRCA ചോദിച്ചാലോ? MRCയുടെ ഫുൾ ഫോം പറയാം. ആൻസെസ്റ്റർ ഓഫ് സ്പെസിഫിക് സ്പീഷീസ് എന്നും പറയാം. ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള സ്പീഷീസിനും വേറെ വേറെ ആൻസെസ്റ്റർ ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെയും പറയാം കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ടീച്ചർ ടൈപ്പ് ചെയ്തിട്ടിട്ടില്ല. രണ്ടാമത്തെ ചോദ്യം വിച്ച് ഈസ് ദ കാറ്റഗറി ഓഫ് ഓർഗാനിസം ദാറ്റ് ഈസ് നിയറസ്റ്റ് ടു ഫഞ്ചൈ. വൈ? ഫഞ്ചൈനോട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഓർഗാനിസം ഏതാണ്? അനിമേലിയാണ്. വൈ എന്ന് ചോദിച്ചാൽ എന്താണ്? ബോത്ത് ഓഫ് ദം ആർ ഹെട്രോട്രോപ്സ് അല്ലേ. ഫഞ്ചൈ നമുക്കറിയാം ഹെട്രോട്രോപ്സ് ആണ്. ഡെഡ് ആൻഡ് ഡീക്കീൻ മാറ്ററിലല്ലേ ഫഞ്ചൈ ജീവിക്കുന്നത്. ആനിമൽസോ അതെ ഹെട്രോട്രോപ്സ് ആണ്. സ്വന്തമായിട്ട് ഓട്ടോട്രോപ്സ് അല്ല, സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഫുഡിന് വേണ്ടിയിട്ട് ഗ്രീൻ പ്ലാന്റ്സിനെയോ മറ്റ് അനിമൽസിനെയോ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ് ആനിമൽസ്. അപ്പോൾ ഫഞ്ചിയും അനിമൽസും ആണ്. ഫഞ്ചിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അനിമൽസാണ്. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ സർക്കംസ്റ്റൻസസ് ദാറ്റ് ലീഡ് ടു ദി ഫോർമേഷൻ ഓഫ് വാരിയേഷൻസ് ഇൻ ഓർഗാനിസം. ഏതൊക്കെയാണ് സർക്കംസ്റ്റൻസസ്? മ്യൂട്ടേഷൻ, റീകോമ്പിനേഷൻ, ജനറ്റിക് ഡ്രിഫ്റ്റ്, നാച്ചുറൽ സെലക്ഷൻ. ഇതാണ് വാരിയേഷൻ ഉണ്ടാവാനുള്ള സർക്കംസ്റ്റൻസസ്. ഹൗ ഡു ദീസ് ലീഡ്സ് ടു ദി ഫോർമേഷൻ ഓഫ് സ്പീഷീസ്? അക്യുമുലേറ്റഡ് ചേഞ്ചസ് മേ കോസ് റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ ലീഡിങ് ടു സ്പീസിയേഷൻ. അതായത് ഈ ചേഞ്ചസ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ, ഈ വാരിയേഷൻസ് ഒക്കെ ഒരു ജീവിയിൽ ഒരുപാട് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ ഉണ്ടാകും. അതായത് ആ ഗ്രൂപ്പിൽ നിന്നിട്ട് അതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരുന്നു. അപ്പോഴാണ് അതൊരു ന്യൂ സ്പീഷീസായിട്ട് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത് എവിഡൻസസ് ഓഫ് ഇവല്യൂഷനാണ്. ഇവല്യൂഷൻ്റെ എവിഡൻസസ്, അതായത് പരിണാമത്തിൻ്റെ തെളിവുകൾ നമുക്ക് ഏതൊക്കെ മേഖലകളിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നാണ് അടുത്ത ഹെഡിങ്. ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് മോളിക്യുലാർ ബയോളജിയിൽ നിന്നാണ്. ഇവല്യൂഷൻ്റെ എവിഡൻസ് കിട്ടുന്നത് മോളിക്യുലാർ ബയോളജിയിൽ നിന്നാണ്. സെക്കൻഡ് കമ്പരറ്റീവ് അനാട്ടമിയിൽ നിന്ന് നമുക്ക് ഇവല്യൂഷൻ്റെ എവിഡൻസസ് കിട്ടുന്നുണ്ട്. ഫോസിൽ എവിഡൻസസും ഉണ്ട്. ഫോസിൽ എവിഡൻസസ് കൂടി ഉണ്ട്. നോക്കാം, നമുക്ക് ഓരോന്നും എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ മോളിക്യുലാർ ബയോളജി. അപ്പോൾ ഏതൊക്കെ മോളിക്യൂൾസാണ് നമ്മൾ ഇവല്യൂഷൻ്റെ തെളിവിന് വേണ്ടി, എവിഡൻസിന് വേണ്ടിയിട്ട് എടുക്കുന്നത് നമുക്ക് നോക്കാം. The evolutionary relationship of organisms can be found out by comparing the sequence of nucleotides in the DNA and the sequence of amino acids in protein in an organism with those of other organism. എന്തൊക്കെയാണ് അപ്പോൾ കമ്പയർ ചെയ്യുന്നത്? ന്യൂക്ലിയോട്ടൈഡ് എന്താണ്? DNA-യുടെ ബിൽഡിംഗ് ബ്ലോക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ന്യൂക്ലിയോട്ടൈഡ് എന്ന് വിളിക്കുക. പ്രോട്ടീൻ്റെ ബിൽഡിംഗ് ബ്ലോക്സിനെ നമ്മൾ എന്ത് വിളിക്കും? അമിനോ ആസിഡ്സ് എന്ന് വിളിക്കും. അപ്പോൾ കമ്പയർ ചെയ്യാൻ ഒരു ജീവിയുടെ ന്യൂക്ലിയോട്ടൈഡ്, DNA-യുടെ ന്യൂക്ലിയോട്ടൈഡും മറ്റൊരു ജീവിയിലെ DNA-യുടെ ന്യൂക്ലിയോട്ടൈഡും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമുക്ക് അവർ തമ്മിൽ എന്തെങ്കിലും ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പിന്നെയോ അമിനോ ആസിഡ് സീക്വൻസ് നോക്കിയിട്ട്, പ്രോട്ടീൻ്റെ അമിനോ ആസിഡ് സീക്വൻസ് നോക്കിയിട്ട് നമുക്ക് എന്തിനു പറ്റും? അവർ തമ്മിൽ ഏതെങ്കിലും ജീവികളുടെ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് അവർ തമ്മിൽ എന്തെങ്കിലും ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത് യു നോ ദാറ്റ് ഗ്ലോബിൻ ഈസ് ദ പ്രോട്ടീൻ മോളിക്യൂൾ ഓഫ് ദി റെസ്പിരാറ്ററി പിഗ്മെൻറ്റ് ഹീമോഗ്ലോബിൻ. അതായത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നതിലെ റെസ്പിരാറ്ററി പിഗ്മെൻ്റ് ഏതാണ്? ഗ്ലോബിനാണ്. ഓക്കെ, ഗ്ലോബിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ് അല്ലേ. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന റെസ്പിരാറ്ററി പിഗ്മെൻറ്റിലെ ഗ്ലോബിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോട്ടീനാണ്. ദ അറേഞ്ച്മെൻറ്റ് ഓഫ് അമിനോ ആസിഡ്സ് ഇൻ ദ ബീറ്റ ചെയിൻ ഓഫ് ദി ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ഇൻ ഹ്യൂമൻസ് ആസ് കമ്പയർഡ് ടു അതർ ഓർഗാനിസംസ്. അതായത് മനുഷ്യനിലെ ഹീമോഗ്ലോബിനിലെ ഗ്ലോബിൻ്റെ ബീറ്റ ചെയിൻ, അതായത് ഗ്ലോബിൻ എന്താണ്? ആൽഫ ചെയിനുണ്ട്, ബീറ്റ ചെയിനുണ്ട്. അതിൽ ബീറ്റ ചെയിനിലെ അമിനോ ആസിഡ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് കുറച്ച് ജീവികളുടേതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണ്. അപ്പം മനുഷ്യൻ്റെ ഹീമോഗ്ലോബിനിലെ ഗ്ലോബിൻ്റെ ബീറ്റ ചെയിന് ഏതുമായിട്ട് കമ്പയർ ചെയ്യുന്നു? ചിമ്പാൻസിയെയും ഗൊറില്ലയെയും റാറ്റ് ഇവരുടെയൊക്കെ ബീറ്റ ചെയിനുമായിട്ട്
ഗ്ലോബിൻ്റെ ബീറ്റാ ചെയിനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് മനസ്സിലായി? ചിമ്പാൻസിക്കാണെങ്കിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? 0 ഡിഫറൻസ് ആണുള്ളത്. ഗോറില്ലയ്ക്കാണെങ്കിലോ 1 ഡിഫറൻസ് ആണുള്ളത്. റാറ്റിനാണെങ്കിലോ 31 ഡിഫറൻസ് ആണുള്ളത്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഏറ്റവും കൂടുതൽ ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് ഹ്യൂമൻ ബീങ്സ് ആയിട്ട് കാണിക്കുന്നത് ആരാണ്? ചിമ്പാൻസി ആണല്ലേ, 0 ഡിഫറൻസ് ഉള്ളൂ. ഗോറില്ല ആണെങ്കിലോ കുറച്ച് വ്യത്യാസമുണ്ട്, 1 ഡിഫറൻസ് ഉണ്ട് അല്ലേ. റാറ്റ് ആണെങ്കിലോ ഒരുപാട് വ്യത്യാസമുണ്ട്, 31 ഡിഫറൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ എവിഡൻസസ് ഓഫ് ഇവല്യൂഷനിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് മോളിക്കുലാർ ബയോളജിയാണ്. മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയോടൈഡ്സും അമിനോ ആസിഡ്സും ഒക്കെയാണ് നമ്മൾ വേറെ ജീവികളുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നത് എന്താണ്? ഗ്ലോബിൻ, ദ പ്രോട്ടീൻ മോളിക്യൂൾ ഓഫ് ദി റെസ്പിറാറ്ററി പിഗ്മെൻറ്റ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനിലെ ഗ്ലോബിൻ എന്ന് പറയുന്ന റെസ്പിറാറ്ററി പിഗ്മെൻറ്റ്, അതിൽ ആൽഫ ചെയിനും ബീറ്റാ ചെയിനും ഉണ്ട്. അതിൽ ബീറ്റാ ചെയിന് ചിമ്പാൻസിയുടെയും ഗൊറില്ലയുടെയും റാറ്റിൻ്റെയും ബീറ്റാ ചെയിനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ പേജ് നമ്പർ 48 നോക്കിയേ. ഈ ചിമ്പാൻസിയുടെ DNA-യും ഹ്യൂമൻ ബീങ്ങിൻ്റെ DNA-യും ഗൊറില്ലയുടെ DNA-യും മങ്കിയുടെ DNA-യും തമ്മിൽ മാച്ച് ചെയ്ത് നോക്കി. അപ്പോൾ നോക്കി ഏറ്റവും കൂടുതൽ റിസംബ്ലൻസസ് കാട്ടിയത് ആരാണ്? ചിമ്പാൻസിൻ്റെയാണ്. പിന്നെയോ ഹ്യൂമൻ ബീങ്സിൻ്റെയും ചിമ്പാൻസിയുടെയും ഏറ്റവും അടുത്തിട്ട് നിൽക്കുന്നത് ഗൊറില്ലയുടെ കുറച്ചും കൂടി വ്യത്യാസമുണ്ട്, മങ്കിയായിട്ട് കുറേ അധികം വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് എന്താണ് മോളിക്കുലാർ ബയോളജി, മോളിക്യൂൾസിനെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇവിടെയും കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റത്തെ ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയേ. വിച്ച് ഓർഗാനിസം ഹാസ് ദ മോസ്റ്റ് ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് വിത്ത് ഹ്യൂമൻസ്? വൈ? ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇവല്യൂഷണറി റിലേഷൻഷിപ്പ്? ചിമ്പാൻസിക്കാണ് അല്ലേ. ചിമ്പാൻസീസ് ആർ മോസ്റ്റ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഹ്യൂമൻസ്. ഗൊറില്ലാസ് ആർ സ്ലൈറ്റ്ലി മോർ ഡിസ്റ്റൻറ്റ്, കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. റാറ്റ്സ് ആർ മച്ച് മോർ ഡിസ്റ്റൻ്റ്ലി റിലേറ്റഡ്. റാറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ അകലായിട്ട്. ഈ 3 പേരെ കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് അല്ലേ. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കമ്പരറ്റീവ് അനാട്ടമിയാണ്. കമ്പരറ്റീവ് അനാട്ടമി എങ്ങനെയാണ് ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണതെന്ന്. ഓക്കെ, ഈ കമ്പരറ്റീവ് അനാട്ടമിയിൽ കമ്പയർ ചെയ്ത് നോക്കുകയാണ് ചെയ്യുക. അതായത് ദ കമ്പരറ്റീവ് സ്റ്റഡി ഓഫ് അനാട്ടമി ഓഫ് ഓർഗാനിസംസ് പ്രൊവൈഡ് സ്ട്രോങ് എവിഡൻസസ് ടു ഇവല്യൂഷൻ. ഇവിടെ എന്തൊക്കെ അനാട്ടമി എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻറ്റേർണൽ സ്ട്രക്ചറാണ് അല്ലേ, മോർഫോളജിയാണ് എക്സ്റ്റേണൽ സ്ട്രക്ചർ. അനാട്ടമിയിലുള്ള സിമിലാരിറ്റീസ് നോക്കിയിട്ടാണ് ഇവിടെ എന്തൊക്കെ തമ്മിലാണ് കമ്പയർ ചെയ്തത്? ദ ബോൺസ് ഇൻ ദി 4 limbs ഓഫ് ഹ്യൂമൻസ് ആൻഡ് കാറ്റ്സ്. നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെയും ക്യാറ്റിൻ്റെയും 4 limbs, കൈ അല്ലെങ്കിൽ കാലുകൾ. ദ ഫ്ലിപ്പേഴ്സ് ഓഫ് വെയിൽസിൻ്റെ തുഴകൾ. ആൻഡ് ദ വിങ്സ് ഓഫ് ബാറ്റ്സ് ആർ സിമിലർ. ഇൻറ്റേർണലി എക്സ്റ്റേണലി നോക്കുകയാണെങ്കിൽ ഇതൊക്കെ എന്താണ്? ഡിഫറൻസസ് ഉണ്ട്. അതിൻ്റെ ഫംഗ്ഷനും മോർഫോളജിക്ക് എക്സ്റ്റേണൽ ഫീച്ചറിനൊക്കെ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ മോർഫോളജി അനാട്ടമി നോക്കുകയാണെങ്കിൽ ഇതൊക്കെ സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ തമ്മിൽ ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, എന്തൊക്കെ തമ്മിലാണ് അപ്പോൾ കമ്പയർ ചെയ്തത്? ഹ്യൂമൻ ബീയിങ്ങിൻ്റെ 4 limbs, ക്യാറ്റിൻ്റെ 4 limbs, വെയിൽസിൻ്റെ ഫ്ലിപ്പേഴ്സ്, ബാറ്റിൻ്റെ വിങ്സ്. അപ്പോൾ അത് പുറമേ കാണുമ്പോൾ എന്താണ്? ബാറ്റ് വിങ്സ് പറക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. തിമിംഗലം എന്താണ്? അതിൻ്റെ ഫ്ലിപ്പേഴ്സ് തുഴയാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യനാണെങ്കിലോ വസ്തുക്കളൊക്കെ എടുക്കാനോ മറ്റൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് 4 limbs യൂസ് ചെയ്യുന്നത്. പൂച്ചയാണെങ്കിലോ നടക്കാനും ചാടാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ഫീച്ചറിൽ അത് ഒരുപാട് ഡിഫറൻസ് കാണിക്കുന്നുണ്ടെങ്കിലും അനാട്ടമിക്കലി അതൊക്കെ സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. നോക്കിയേ, 2 ബോൺസ് തമ്മിലൊരു ജോയിൻ്റ് ഉണ്ട്, അവിടെ നിന്ന് കുഞ്ഞു കുറച്ച് ബോൺസ് വരാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുപോലെയാണ് എല്ലാത്തിനും അതുപോലെ തന്നെയാണ് കാണുന്നത്. ലാസ്റ്റ് വണ്ണാണ് ഫോസിൽ എവിഡൻസസ്. ഫോസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും മുൻപ് ജീവിച്ചിരുന്ന ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ ട്രേസസ്, അടയാളങ്ങളോ ഒക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫോസിൽ എന്ന് വിളിക്കുക. ഇതൊക്കെ എന്താണ്? ചതുപ്പിലോ പാറകൾക്കിടയിലോ മഞ്ഞുപാളികൾക്കിടയിലൊക്കെ അകപ്പെട്ടു പോയതായിരിക്കാം അല്ലേ. അപ്പോൾ ഫോസിൽസ് ആർ ദ റിമൈൻസ് ഓർ ട്രേസസ് ഓഫ് ആൻഷ്യൻ്റ് ഓർഗാനിസം. അവശിഷ്ടങ്ങൾ ശരീരഭാഗങ്ങൾ തന്നെ ആവണമെന്നില്ല, അവരവിടെ ഇരുന്ന ഒരു അടയാളം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് അതൊരു ജീവിയാണെന്നൊക്കെ അനുമാനിക്കാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഫോസിലായിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഫോസിൽ എവിഡൻസസ് നമുക്ക് എന്തിനു സഹായിക്കുന്നുണ്ട്? ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. ഓർഗാനിക് ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാജുവൽ പ്രോസസ്സ് ആണെന്നതിന് തെളിവ് നൽകുന്നത് നമുക്ക് ഹോഴ്സിൻ്റെ ഫോസിലാണ്. ദ ആൻസസ്റ്റേഴ്സ് ഓഫ് ഹോഴ്സസ് ഹാഡ് ഷോർട്ടർ ലെഗ്സ് ദെൻ ദ വൺസ് ഇൻ ഔട്ട് ടൈം. ഇന്ന് കാണുന്ന കുതിരകളേക്കാൾ കാലിന് നീളം കുറഞ്ഞ കുതിരകളായിരുന്നു മുൻപുണ്ടായിരുന്നത്. അപ്പോൾ നീളം കുറഞ്ഞ കാലുകളുള്ള കുതിരകളിൽ നിന്നും ഗ്രാജുവലായിട്ട് ഇവല്യൂഷൻ നടന്നാണ് ഇന്ന് കാണുന്ന ഉയരം കൂടിയ കാലുകളുള്ള കുതിരകൾ ഉണ്ടായത് എന്നാണ് ആ ഫോസിൽ എവിഡൻസസ് പ്രൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾക്ക് കാണിച്ചിട്ടുള്ള ആ ഫോസിലിൻ്റെ പേരാണ് ആർക്കിയോപ്റ്റെറിസ്. ആർക്കിയോപ്റ്റെറിസ് എന്ന പേരുള്ളൊരു ജീവിയുടെ ഫോസിലാണ്. ഈ ആർക്കിയോപ്റ്റെറിസ്
ആർക്കിയോപ്റ്ററിക്സ് എന്താണ്? ഒരു കണക്റ്റിംഗ് ലിങ്ക് ആണ്. ഏതൊക്കെ ടൈപ്പ് ഓർഗാനിസംസ് തമ്മിലുള്ള കണക്റ്റിംഗ് ലിങ്ക് ആണ്? റെപ്റ്റൈൽസും ബേർഡ്സിൻ്റെയും ഇടയിലുള്ള ഒരു കണക്റ്റിംഗ് ലിങ്ക് ആണ് ആർക്കിയോപ്റ്ററിക്സ്. അപ്പോൾ ഇവല്യൂഷണറി ഫോസിൽസ് വിച്ച് ആർ കണക്റ്റിംഗ് ലിങ്ക്സ് റിവീൽ ദ ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസംസ്. അപ്പോൾ കണക്റ്റിംഗ് ലിങ്ക് ആയിട്ടുള്ള ഫോസിൽ ഏതാണെന്ന് ചോദിച്ചാൽ ആർക്കിയോപ്റ്ററിക്സ് ആണെന്ന് പറയണുണ്ട്. ഇത് പ്രത്യേകമായിട്ട് ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് പ്രൂവൺ ദാറ്റ് മെനി സ്പീഷീസ് ഹാവ് ബിക്കം എക്സ്റ്റിങ്ക്റ്റ് ദാറ്റ് വെർ ലിവിങ് ഓൺ എർത്ത് ഇൻ ദ പാസ്റ്റ്. മുൻപ് ജീവിച്ചിരുന്ന ഒരുപാട് ജീവജാലങ്ങൾ ഇന്ന് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്, ഭൂമുഖത്തു നിന്നും അപ്രത്യക്ഷമായി പോയിട്ടുണ്ട് എന്നതിനുള്ള തെളിവാണ് നമ്മുടെ ഡൈനോസേഴ്സിൻ്റെയും മാമോത്സിൻ്റെയും ഫോസിൽ. അപ്പോൾ ഈ 3 ഫോസിൽ എവിഡൻസസും കൃത്യമായിട്ട് പഠിക്കണം, പ്രത്യേകമായിട്ട് പഠിക്കണം. എപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. 2 കുട്ടികൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഇവല്യൂഷണറി ചേഞ്ചസ് വൈറസിൽ എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഇവല്യൂഷണറി ചേഞ്ചസ് ഉണ്ട്. നമുക്ക് കോവിഡൊക്കെ വന്ന സമയത്ത് അറിയാമല്ലേ, പെട്ടെന്ന് തന്നെ ഒമിക്രോണാണ്, ഡെൽറ്റയാണെന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ വാരിയേഷൻ RNA-യിൽ നമ്മുടെ DNA-ക്കാളും പെട്ടെന്ന് വാരിയേഷൻസ് ഉണ്ടാവുകയും പുതിയൊരു ജീവിയൊക്കെ ആയിട്ട് അത് മാറുകയൊക്കെ ചെയ്യും. അപ്പോൾ വൈറസിൽ പെട്ടെന്ന് തന്നെ വാരിയേഷൻസ് ഒരുപാട് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഹ്യൂമൻ ബീങ്സിൽ അങ്ങനെയാണോ? അല്ല, ഒരുപാട് ലക്ഷം വർഷങ്ങളാണ് എടുക്കും ഒരു പുതിയ ജീവിവർഗം നിലവിലുള്ള ഒരു സ്പീഷീസിൽ നിന്നും ഫോം ചെയ്യാനായിട്ട്. അത് ഗ്രാജുവൽ ആയിട്ട് സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ. RNA അല്ലെങ്കിൽ നമ്മുടെ വൈറസിലൊക്കെ പോലെ സ്പീഡായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സല്ല. ഓക്കെ, അത്രയും ഇപ്പം ഇന്ന് പഠിച്ചാൽ മതി. നമുക്ക് ബാക്കി ഭാഗം ഇവല്യൂഷൻ്റെ ബാക്കി ഭാഗമൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. പെട്ടെന്ന് തന്നെ അടുത്ത ക്ലാസ് അപ്ലോഡ് ചെയ്തേക്കാം. മക്കളെല്ലാവരും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യനായിട്ട് മെസ്സേജിൽ കമൻറ്റിൽ ചോദിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം. ഓക്കെ, താങ്ക് യു.